നമസ്കാരം. NCTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. നിർമ്മാണങ്ങൾ നടക്കുന്ന മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത് ടോൾ പിരിവ് തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്ന് ആവശ്യം. വേനൽ ചൂട് കടുത്തതോടെ പലയിടങ്ങളിലും ജനങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ മലയോരത്തെ ജലസമൃദ്ധമായ വെള്ളിക്കുളങ്ങര തേശ്ശേരിക്കുളത്തിന്റെ നവീകരണം പാതിവഴിയിൽ. മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടത്ത് വർഷങ്ങളായി പ്രവർത്തനമില്ലാതെ കിടക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കുടിവെള്ള പദ്ധതിയായി മാറ്റണമെന്ന് ആവശ്യമുയരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. നിർമ്മാണങ്ങൾ നടക്കുന്ന മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത് ടോൾ പിരിവ് തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്ന് ആവശ്യം. 5 സ്ഥലങ്ങളിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനെ തുടർന്ന് തിരക്കുള്ള സമയങ്ങളിൽ 1 മണിക്കൂർ വരെ യാത്രക്കാർ ഗതാഗത കുരുക്കിൽപ്പെടുന്നുവെന്നാണ് ആക്ഷേപം. ടോൾ നൽകി പോകുന്ന യാത്രക്കാർക്ക് മുടക്കുന്ന പണത്തിനനുസരിച്ച് ഗുണം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്നാണ് പ്രധാന ആരോപണം. ദേശീയപാത 544-ൽ ആമ്പല്ലൂർ, കൊരട്ടി, മുരിങ്ങൂർ, പേരാമ്പ്ര, കറുക്കുറ്റി ജംഗ്ഷനുകളിലാണ് അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മിക്കയിടങ്ങളിലും സർവീസ് റോഡുകൾ ശാസ്ത്രീയമായി നിർമ്മിക്കാത്തതാണ് പ്രധാന പ്രശ്നം. വാഹന സാന്ദ്രതയേറിയ മുടക്കു ദിവസങ്ങളിൽ നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിലെല്ലാം ഗതാഗത തടസ്സമുണ്ട്. അവധിക്കാലമായതോടെ വാഹനങ്ങളുടെയും യാത്രക്കാരുടെയും എണ്ണം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിനംപ്രതി 50,000-ലധികം വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണിത്. കൂടിയ വാഹന സാന്ദ്രത കണക്കിലെടുത്ത് നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നതിൽ NHAIക്ക് വീഴ്ച പറ്റിയെന്നാണ് ആരോപണം. സർവീസ് റോഡുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ വരുന്ന മഴക്കാലം ദേശീയപാതയിലെ സഞ്ചാരത്തിന് വലിയ വെല്ലുവിളിയുണ്ടാക്കും. കഴിഞ്ഞ ജൂലൈയിലെ ശക്തമായ മഴയിൽ ആമ്പല്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. മഴയ്ക്ക് മുന്നേ ശാസ്ത്രീയമായി സർവീസ് റോഡുകൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഗതാഗതം തടസ്സപ്പെടും. ഒരാഴ്ച മുൻപ് പെയ്ത വേനൽ മഴയിൽ പോലും ആമ്പല്ലൂരിലെ ദേശീയപാതയിലും സർവീസ് റോഡുകളിലും വെള്ളക്കെട്ടുണ്ടായി. അതിനാൽ സർവീസ് റോഡുകൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അടിപ്പാത നിർമ്മാണത്തിന് മുൻപേ സർവീസ് റോഡുകൾ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ യാത്രക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കാമായിരുന്നു. വേനൽ ചൂട് കടുത്തതോടെ പലയിടങ്ങളിലും ജനങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ മലയോരത്തെ ജലസമൃദ്ധമായ പൊതുകുളം ആർക്കും പ്രയോജനപ്പെടാതെ അവഗണനയിൽ കിടക്കുന്നു. വെള്ളിക്കുളങ്ങര തേശ്ശേരിക്കുളമാണ് നവീകരണം പാതിവഴിയിൽ നിലച്ച് അനാഥാവസ്ഥയിൽ കിടക്കുന്നത്. പല ഘട്ടങ്ങളിലായി ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും നാട്ടുകാർക്ക് ഉപകാരപ്പെടാതെ കിടക്കുകയാണ് നൂറ്റാണ്ടോളം പഴക്കമുള്ള തേശ്ശേരിക്കുളം. വേനൽ കടുത്താൽ രൂക്ഷമായ ജലക്ഷാമം അനുഭവിക്കുന്ന കട്ടിപ്പൊക്കം പ്രദേശത്തോട് ചേർന്നുള്ള ജലസമൃദ്ധമായ തേശ്ശേരിക്കുളം നവീകരിച്ചെടുത്താൽ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്ന് പൊതുപ്രവർത്തകനായ റഷീദ് ഏറത്ത് പറയുന്നു. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ് ഈ കുളം. ഇവിടുത്തെ നെൽകൃഷിക്ക് ആവശ്യമായ വെള്ളമൊക്കെ ഈ കുളത്തിൽ നിന്നാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഇവിടെ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള മരം പിടിക്കാൻ കൊണ്ടുവന്ന ആനകളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കാലാന്തരങ്ങളായി മണ്ണ് ഒന്നടിഞ്ഞ് മറ്റു പലരും അന്യപ്പെടുകയും ആ കുളം വിസ്മൃതിയിലാവുകയും ചെയ്തു. പിന്നീട് സേവ് വെള്ളിക്കുളങ്ങരയൊക്കെ പോലുള്ള സന്നദ്ധ സംഘടനകൾ നിരന്തരം അധികാരികളുടെ ഇതിൽ ആവശ്യപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം കണ്ടെത്തി 65ഓളം സെന്റ് സ്ഥലം കണ്ടെത്തുകയും പിന്നീട് അവിടെ 20 സെന്റിൽ ഒതുങ്ങുന്ന ഒരു കുളം കുത്തുകയും ചെയ്തു. ഒരു കാലത്ത് വെള്ളിക്കുളങ്ങരയിൽ നെൽകൃഷി നടന്നിരുന്നത് തേശ്ശേരിക്കുളത്തിലെ വെള്ളത്തെ ആശ്രയിച്ചായിരുന്നു. ഇപ്പോഴത്തെ വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ്, സർക്കാർ UP സ്കൂൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾക്ക് സമീപം നേരത്തെ നെൽപ്പാടങ്ങളായിരുന്നു. തേശ്ശേരിക്കുളത്തിൽ നിന്ന് തോടുവഴി എത്തിയിരുന്ന വെള്ളമാണ് അക്കാലത്ത് ഇവിടെ നെൽകൃഷിക്ക് ഉപയോഗിച്ചിരുന്നത്. അരനൂറ്റാണ്ട് മുമ്പ് വെള്ളിക്കുളങ്ങരയ്ക്ക് കിഴക്കുള്ള കാടുകളിൽ കൂപ്പുപണി നടന്നിരുന്നപ്പോൾ തടി വലിക്കാൻ വന്നിരുന്ന ആനകളെ കുളിപ്പിച്ചിരുന്നത് തേശ്ശേരിക്കുളത്തിലായിരുന്നുവെന്ന് പ്രായം ചെന്നവർ പറയുന്നു. ഇവിടെ പാടങ്ങളില്ലാതാവുകയും വീടുകൾ ഉയരുകയും ചെയ്തപ്പോൾ തേശ്ശേരിക്കുളം വിസ്തൃതിയിലായി. ആരും ഉപയോഗിക്കാതെ പാഴ്ചെടികളും പുല്ലും മൂടി നാശോന്മുഖമായ കുളം പുനരുദ്ധരിക്കണമെന്ന് ആവശ്യമുയർന്നതോടെ 2 പതിറ്റാണ്ട് മുമ്പ് ഇതിന് ഫണ്ട് അനുവദിക്കപ്പെട്ടു. 3/4 ഏക്കറോളം വിസ്തൃതിയുള്ള കുളത്തിലെ മണ്ണും ചെളിയും നീക്കി വശങ്ങൾ കരിങ്കൽ കെട്ടി സംരക്ഷിക്കുന്ന പണികൾ ആരംഭിച്ചെങ്കിലും പാതിവഴിയിൽ സ്തംഭിക്കുകയായിരുന്നു. കുളത്തിലേക്ക് വഴിയില്ലാത്തതും ഇറങ്ങാൻ പടവുകളില്ലാത്തതും മൂലം കുളത്തിലെ ജലസമൃദ്ധി കണ്ടു നിൽക്കാനേ ഇപ്പോൾ നാട്ടുകാർക്കാവുന്നുള്ളൂ.
ഈ കട്ടിപ്പക്കം പ്രദേശത്ത് വെള്ളത്തിന് ഏറ്റവും നമ്മൾ ഇവിടെ വേറെ കുടിവെള്ളം കുടിക്കാനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വളരെ ഇതാണ്. അവരെ മറ്റ് പ്രാഥമിക മറ്റ് വസ്ത്രങ്ങൾ കഴുകാനും മറ്റും ഒക്കെ ഈ വലിയ തോടിനെയാണ് സമീപിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് വൃത്തിയാക്കി അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു സൗന്ദര്യവൽക്കരിക്കുകയാണെങ്കിൽ ഇവിടെ കഴുകാനും മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ ഇവിടുത്തുകാർക്ക് പറ്റും. തന്നെയുമല്ല പ്രായം ചെന്ന വയോജനങ്ങൾക്ക് വന്ന് കുറച്ചു നേരം ഇവിടെ ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം മറ്റ് ഉപകരണങ്ങളോടൊക്കെ വെക്കാൻ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഈ കുളത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയും. കുളത്തിന്റെ നവീകരണത്തിനായി അടുത്ത കാലത്ത് 34 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കപ്പെട്ടെങ്കിലും കുളത്തിലേക്ക് വഴിയില്ലാത്തതിനാൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചില്ല. വേനൽക്കാലമായാൽ കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്ന കട്ടിപ്പുക്കം പ്രദേശത്തോട് ചേർന്നാണ് തേശ്ശേരി കുളം ഉള്ളത്. നേരത്തെയുണ്ടായിരുന്ന പൊതുവഴി പുനരുദ്ധരിച്ച് കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്താൽ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടത്ത് വർഷങ്ങളായി പ്രവർത്തനമില്ലാതെ കിടക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കുടിവെള്ള പദ്ധതിയായി മാറ്റണമെന്ന് ആവശ്യമുയരുന്നു. നിലവിലുള്ള പമ്പ് ഹൌസും അനുബന്ധ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി കുറഞ്ഞ ചിലവിൽ കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കാമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ മാങ്കുറ്റിപ്പാടം ശാന്തിനഗർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വർഷങ്ങളായി ആർക്കും പ്രയോജനമില്ലാതെ നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ്. മാങ്കുറ്റിപ്പാടം പ്രദേശത്ത് വേനൽക്കാലം അനുഭവപ്പെടുന്ന ജലക്ഷാമത്തിന് പരിഹാരമായാണ് 2.5 പതിറ്റാണ്ട് മുൻപ് ശാന്തിനഗർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആവിഷ്കരിച്ചത്. മാങ്കുറ്റിപ്പാടം 13-ാം വാർഡിലെ ശാന്തിനഗർ ഭാഗത്ത് ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ അന്ന് ജനീയാസൂത്രണ കാലഘട്ടത്തിൽ കിട്ടിയതാണ്. അന്നത്തെ മെമ്പർമാർ അത് പരിശ്രമിച്ച് കൊണ്ടുവന്നതിന്റെ ഭാഗമായി 2015 വരെ അത് ഉപയോഗശൂന്യമായി കിടന്നാർന്ന സാധനം 2015 അതിന് 10 ലക്ഷം രൂപ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വിഹിതവും കൂടി വെച്ച് അന്ന് ഇവിടെ വോൾട്ടേജ് വിഷയം വലിയൊരു വിഷയമായിരുന്നു. ശാന്തിനഗർ പ്രദേശത്തെ കനാലിനു മേൽവശത്തുള്ള കൃഷിഭൂമിയിലേക്ക് ജലസേചന സൗകര്യവും ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ശുദ്ധജല ലഭ്യതയും ലക്ഷ്യമിട്ടാണ് ശാന്തിനഗർ പദ്ധതിക്ക് രൂപം നൽകിയത്. ഇതിനായി ഗുണഭോക്തൃ സമിതി രൂപവൽക്കരിക്കുകയും ശാന്തിനഗറിൽ പമ്പ് ഹൗസും കുളവും നിർമ്മിക്കുന്നതിനുള്ള ഭൂമി വാങ്ങുകയും ചെയ്തു. വൈകാതെ കുളവും പമ്പ് ഹൗസും നിർമ്മിക്കുകയും മോട്ടോർ വാങ്ങി സ്ഥാപിക്കുകയും ചെയ്തു. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പണികൾ പാതി വഴിയിൽ മുടങ്ങി. ഒരു വ്യാഴവട്ടക്കാലത്തോളം അവഗണനയിൽ കിടന്ന പദ്ധതിയുടെ വൈദ്യുതീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനായത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ്. സഹകരണ സ്ഥാപനത്തിൽ നിന്ന് ഗുണഭോക്തൃ സമിതി വായ്പ എടുത്താണ് പദ്ധതി പൂർത്തീകരിച്ചത്. 2015 ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ വൈദ്യുതീകരണം പൂർത്തിയാക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തെങ്കിലും അധികകാലം പ്രവർത്തിച്ചില്ല. കുടിശ്ശികയായതോടെ അധികൃതർ കണക്ഷൻ വിച്ഛേദിച്ചു. പ്രവർത്തനം സ്തംഭിച്ചു കിടക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയെ കുടിവെള്ള പദ്ധതിയാക്കി മേഖലയിൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ശുദ്ധജലക്ഷാമം പരിഹരിക്കാനാകും ശാന്തിനഗർ. 7 കൊല്ലം 8 കൊല്ലമായിട്ട് ഈ പദ്ധതി ഇത്രയും 10 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഉപയോഗിക്കാൻ സാധാരണ പറ്റിയിട്ടില്ല. ഇത് ജനീയാസൂത്രണ സമയത്ത് 18 ലിഫ്റ്റ് ഇറിഗേഷനുകൾ അന്ന് ഈ മറ്റത്തൂർ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. അതിലൊരു പദ്ധതി തന്നെയാണ് ഇത്. അപ്പോൾ ഇവർക്ക് കർഷകർക്ക് ആവശ്യമില്ലെങ്കിൽ ഈ പദ്ധതി എന്തുകൊണ്ടും ഈ വെള്ളിക്കുളങ്ങര 10, 11, 12, 13 ഈ 3 വാർഡുകളിലേക്ക് വേണമെങ്കിൽ കുടിവെള്ള പദ്ധതിയാക്കി വേണമെങ്കിൽ മാറ്റാം. നമ്മുടെ പഞ്ചായത്ത് ആസ്തിയിലാണ് ഇത് കിടക്കുന്നത്. ഇതിൽ ഇനി ഒരു കിണറും കൂടി കുത്തി കഴിഞ്ഞാൽ ഇതിന്റെ 2 സൈഡിൽ കൂടെ അതിൽ നിന്ന് വലിയ തോട്ടിൽ നിന്ന് ഇതിലേക്ക് പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കിഴക്കേ കോടാലിയിലുള്ള കുടിവെള്ള പദ്ധതിയുടെ അതേമാതിരി പദ്ധതിയാക്കാൻ ഇത് സാധിക്കും. അധികൃതരിൽ നിന്ന് ഇതിനുള്ള അനുമതി ലഭിച്ചാൽ നിലവിലുള്ള പമ്പ് ഹൗസിനും കുളത്തിനും സമീപത്ത് പുതിയൊരു കിണറും ഉയർന്ന സ്ഥലത്ത് ജലസംഭരണിയും നിർമ്മിച്ച് ഇത് എളുപ്പത്തിൽ യാഥാർത്ഥ്യമാക്കാനാകും. നിലവിൽ കിഴക്കേ കോടാലിയിലുള്ള മറ്റത്തൂർ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ഈ പ്രദേശത്തേക്ക് പൈപ്പ് വഴി ശുദ്ധജലമെത്തുന്നത്. ശാന്തിനഗർ ലിഫ്റ്റ് ഇറിഗേഷൻ കുടിവെള്ള പദ്ധതിയാക്കി മാറ്റിയാൽ മേഖലയിലെ കുടിവെള്ളക്ഷാമം ശാശ്വതമായി പരിഹരിക്കപ്പെടുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിഷുവിന് കണി കണ്ടുണരാൻ കൃഷ്ണ വിഗ്രഹങ്ങൾ റെഡി. വഴിയോരങ്ങളിലെ കടകളിലായി ഒട്ടേറെ വിഗ്രഹങ്ങളാണ് തയ്യാറാക്കി വച്ചിട്ടുള്ളത്. ഓടക്കുഴൽ വായിക്കുന്ന കണ്ണൻ, വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണൻ,
പ്രണയം തുളുമ്പുന്ന രാധാകൃഷ്ണന്മാർ, ഗോക്കളെ മേയ്ക്കുന്ന കൃഷ്ണൻ തുടങ്ങി പല രൂപത്തിലും ഭാവത്തിലുമുള്ളവ വിപണിയിൽ സജീവം. കാഴ്ചയിൽ അത്രമേൽ ഭംഗിയുള്ളതുകൊണ്ട് തന്നെ ആരും അല്പനേരമൊന്ന് നോക്കി നിന്നു പോകും. പല വർണ്ണങ്ങളിൽ 1 അടി മുതൽ 3 അടി വരെ ഉയരമുള്ള വിഗ്രഹങ്ങളുണ്ട്. 150 രൂപ മുതൽ 4000 രൂപ വരെയാണ് വില. പേപ്പർ പൾപ്പ്, ഫൈബർ, പോളിമാർബിൾ, മെറ്റൽ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച വിഗ്രഹങ്ങൾ പ്രധാനമായും പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഓയിൽ പെയിന്റ് ചെയ്ത് മിനുക്കിയ കൃഷ്ണ വിഗ്രഹങ്ങളും കൂട്ടത്തിലുണ്ട്. ഇവയ്ക്ക് 1000 രൂപ മുതൽ 4000 രൂപ വരെയാണ് വില. വില അല്പം കൂടുതലാണെങ്കിലും പൊട്ടാതെയും നിറം മങ്ങാതെയും നിൽക്കുന്ന ഫൈബർ കൊണ്ടുള്ളവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ്. വിഷുക്കണിയിൽ ഒഴിച്ചുകൂടാനാകാത്ത മറ്റൊന്ന് ഊട്ടുരുളിയാണ്. പല വലുപ്പത്തിലുള്ള ഉരുളികൾക്ക് 1000 രൂപ മുതൽ 3000 രൂപ വരെ വിപണിയിൽ വിലയുണ്ട്. വാൽക്കണ്ണാടി 35 രൂപ മുതൽ 250 രൂപ വരെ പല വലുപ്പത്തിൽ വാങ്ങാം. വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവുടയാടയും 80 രൂപ മുതൽ 250 രൂപ വരെ വിപണിയിൽ ലഭ്യമാണ്. വിഷുവെത്തു മുൻപേ കൃഷ്ണവിഗ്രഹങ്ങൾ നിരത്തുകൾ കീഴടക്കി കഴിഞ്ഞു. മലയാളിക്ക് കണി കണ്ടുണരാൻ ഉണ്ണിക്കണ്ണൻ ഇല്ലാതെ പറ്റില്ലല്ലോ. നിലവിളക്കിന്റെ തിരുനാളത്തിനപ്പുറം ഉണ്ണിക്കണ്ണന്റെ പുഞ്ചിരിക്കുന്ന മുഖമാണ് മലയാളിയുടെ വിഷുപ്പുലരിയെ സമൃദ്ധമാക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കല്ലൂരിലെ ഒരു കുടുംബത്തിലെ 3 അംഗങ്ങളും രോഗബാധിതർ. ചികിത്സയ്ക്കായി വേണ്ടത് 1 കോടി രൂപ. ഉദാരമതികളുടെ സഹായം അഭ്യർത്ഥിച്ച് കുടുംബം. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ആദൂർ 14-ാം വാർഡിൽ ചക്കാലമറ്റത്ത് വളപ്പിൽ ജിബിൻ ജോസഫ്, ഭാര്യ ജെമി ജിബിൻ, മകൻ 11 വയസ്സുകാരൻ ജെഫ് ജിബിൻ എന്നിവരാണ് രോഗപീഠകളിൽ കഴിയുന്നത്. ജിബിനും ഭാര്യ ഫെമിയും കഴിഞ്ഞ 20 വർഷമായി വെള്ളപ്പാണ്ടിൻ്റെ അസുഖം മൂലം മരുന്നുകൾ കഴിച്ചിരുന്നു. ഇതിൻ്റെ പാർശ്വഫലമായി കുടലിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന അസുഖം പിടിപെടുകയും അതിനെ തുടർന്ന് കുടലിലും മലദ്വാരത്തിലും വലുതും ചെറുതുമായ മുഴകൾ നിറയുകയുമായിരുന്നു. മുഴകൾ നീക്കം ചെയ്യുന്നതിന് വലിയൊരു ശസ്ത്രക്രിയ വേണം. ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പോലുമാകാതെ ജീവിതകാലം മുഴുവൻ ചികിത്സയുമായി മുന്നോട്ടു പോകേണ്ട ഗതികേടിലാണ് ഇരുവരും. മാസം 20,000 രൂപയോളം ഇരുവർക്കും മരുന്നിന് മാത്രമായി ചിലവഴിക്കണം. ഇവരുടെ ഏക മകനാണ് ജെഫ് എന്ന 11-കാരൻ. പ്രസവ സമയത്തെ സങ്കീർണതകൾ മൂലം ബ്രെയിനിലും സ്പൈനൽ കോഡിലും തകരാർ സംഭവിച്ച ജെഫിന് ഇതുവരെ നടക്കുവാനോ സംസാരിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്ന ജെഫിനെ ശുശ്രൂഷിക്കാൻ എപ്പോഴും ഒപ്പം കൂടെയുണ്ടാകേണ്ട അവസ്ഥയാണ് ജിബിനും ഫെമിക്കും. നീണ്ട നാളത്തെ ചികിത്സാ ചിലവുകൾക്കായി ഇരിക്കുന്ന കിടപ്പാടം ഉൾപ്പെടെ പണയപ്പെടുത്തിയതോടെ തുടർ ചികിത്സയ്ക്കും അതിജീവനത്തിനുമായി ഭീമമായ തുക കണ്ടെത്തേണ്ട നിലയിലാണ് ഈ കുടുംബം. ഞങ്ങൾക്ക് 3 പേർക്കും മോനാണെങ്കിൽ ജനിച്ചിട്ട് ഇന്നവരെ നടന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ബ്രെയിൻ സ്പൈനൽ ഡാമേജാണ്. എനിക്കും വൈഫിനും പാണ്ടിൻ്റെ അസുഖം കൊണ്ട് കല്യാണം കഴിച്ചാണ്. കുറേ മരുന്നുകൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നോണം തൊണ്ട മുതൽ അടിവരെ തൊലിയൊക്കെ പറഞ്ഞു പോയി. അൾസറേറ്റീവ് കൊളൈറ്റിസും പിന്നെ 3 സെൻറ്റിമീറ്ററുള്ള മുഴകൾ വന്നെന്ന് അറിയണം. അതിന് ഓപ്പറേഷൻസ് കുറേ നടക്കണമുണ്ട്. ഞങ്ങളുടെ എല്ലാം എന്താ പറയുക, ഇപ്പോൾ വീടും ജോലിയും ഒക്കെ പോയി, എല്ലാം പണയം വെച്ചും എല്ലാം എന്താ പറയുക മോൻ്റെ ചികിത്സ ഇവിടെ വരെ എത്തിച്ചത്. മോനാണെങ്കിൽ നടന്നിട്ടുമില്ല, 11 വയസ്സായി. ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പും എല്ലാവരുടെ സഹായം വേണം. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. കാരണം ഞങ്ങളുടെ ചികിത്സകളൊക്കെ മരണം വരെ ഞങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പോൾ മകനിപ്പോൾ ഇതുവരെ നടന്നിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഞങ്ങൾക്ക് അവനെ ഒന്ന് നടത്തണം, സംസാരിപ്പിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കും ഇതുപോലുള്ള ഓപ്പറേഷൻസും ചികിത്സകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്തോരം കാലം ഞങ്ങൾ ജീവിച്ചിരിക്കണം, അതൊക്കെ ചെയ്തേ പറ്റൂ. അപ്പോൾ എല്ലാവരും സഹായിക്കണം. ഇതൊരു 3 പേരുടെ ജീവൻ നിലനിർത്താനുള്ളൊരു കാര്യമാണ്. പരമാവധി എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. 3 പേരുടെയും ചികിത്സയ്ക്കായി 1 കോടി രൂപയോളം കണ്ടെത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഈ കുടുംബത്തെ സഹായിക്കാൻ KK രാമചന്ദ്രൻ MLA, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് എന്നിവർ രക്ഷാധികാരികളും വാർഡ് മെമ്പർ സലീഷ് ചെമ്പാറ ചെയർമാനുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ 14-ാം വാർഡിൽ എൻ്റെ വാർഡിൽ ഉൾപ്പെടുന്ന സ്ഥിര താമസക്കാരായ ജിബിനും ഫാമിലിക്കും 3 പേരാണ്. ജിബിനും അതുപോലെ ഭാര്യ ഫെമി അതുപോലെ മകൻ, ഈ 3 പേർക്കും ഒരു മാരകമായ രോഗം പിടിപെട്ടിരിക്കുകയാണ്. നമുക്ക് അവരെ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. അവർക്ക് ജോലിക്ക് പോയിട്ട് ജീവിതം മുന്നോട്ട് പോകാത്ത അവസ്ഥ.
അപ്പം അത്തരം സാഹചര്യം നമ്മളിവിടെ നാട്ടുകാരും അതുപോലെ എല്ലാ MLA അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വന്ന ആളുകൾ ഞങ്ങളൊരു ജനകീയ സമിതി രൂപീകരിച്ച് അവർ ചികിത്സയ്ക്കായി വേണ്ടിയിരുന്ന 1 കോടി രൂപയോളം ചികിത്സയ്ക്കായി വേണം. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒട്ടനവധി തട്ടിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നമ്മളിത് യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നതിനൊക്കത്തിന് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി നാട്ടുകാരും എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടി 1 കോടി രൂപ സമാഹരിച്ച് ഇവരുടെ ചികിത്സയൊക്കെ നല്ല രീതിയിലാക്കിക്കൊണ്ട് ഈ കൊച്ചുമകനെ നമ്മുടെ മക്കളോടൊപ്പം ഓടിക്കളിക്കാവുന്ന രീതിയിൽ അവനെ നമുക്ക് ജീവിതത്തിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഈ കുടുംബത്തെ നമുക്ക് പറ്റണം. അതിനുവേണ്ടി എല്ലാവരും സഹായിക്കുക. ഈ കുടുംബത്തെ നമുക്കും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. സുമനസ്സുകൾക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കല്ലൂർ ബ്രാഞ്ചിൽ 00616100000090 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ്. IFSC കോഡ് UBIN 09000966. ഗൂഗിൾ പേ നമ്പർ 8089867087 8921508083 9539736653. ജിബിനും ഭാര്യ ഫെമിയും ഏകമകൻ ജെഫ് എന്ന ഈ കുഞ്ഞുമോനും കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത രോഗപീഠകളിലൂടെയാണ്. ഈ കുടുംബത്തിന് ജീവനും ജീവിതവും നിലനിർത്താൻ ഉദാരമതികളുടെ കൈത്താങ്ങ് ആവശ്യമാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഗൃഹനാഥൻ ഉദാരമതികളുടെ സഹായം തേടുന്നു. തൃക്കൂർ പഞ്ചായത്ത് 16-ാം വാർഡിൽ കല്ലൂർ നായരങ്ങാടി സ്വദേശി 49 വയസ്സുള്ള മണക്കാട്ടുപടി ജയനാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. സ്വർണ്ണപ്പണിക്കാരനായിരുന്ന ജയൻ 2 വർഷമായി കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലാണ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലുമായിരുന്നു ചികിത്സകൾ. പിന്നീട് അസുഖം ഭേദമാകാതായതോടെ അമൃത ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടി. ഇടയ്ക്ക് നേരിയ പ്രതീക്ഷകൾ നൽകിയെങ്കിലും ഇപ്പോൾ രോഗം കൂടുതൽ മൂർച്ഛിച്ചതോടെ കരൾ മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴിയെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭാര്യയും +2-ലും 9-ലും പഠിക്കുന്ന 2 മക്കളും അടങ്ങിയ കുടുംബത്തിന്റെ ഏക ആശ്രയമായ ജയന്റെ ചികിത്സാ ചിലവുകൾ ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. കുറേ നാൾ ജോലിയില്ലാണ്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായി. അതിൻ്റെ ഇടയിൽ സുഖമില്ലാതായിട്ട് ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ നടത്തിയിരുന്നത്. അവർ 2-2.5 മാസത്തോളം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞു, ആള് വളരെ സീരിയസ് ആയ അവസ്ഥയിലേക്ക് പോണത്, രോഗം കുറയുകയില്ല, കൂടുകയാണ്. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ചികിത്സ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവരിവിടെ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞില്ല, അവർ പറയാൻ പറ്റില്ല, അതുകൊണ്ട് അവർ പറഞ്ഞില്ല. പക്ഷെ നമ്മളത് മനസ്സിലാക്കി നമ്മൾ മാറണമല്ലോ. അപ്പം നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് OPയിൽ വന്ന് കയറി. നമ്മൾ നോക്കുമ്പോൾ 5 മണിക്കൂറോളം ലൈനിൽ നിന്ന് ഡോക്ടറെ കണ്ടു നോക്കിയപ്പോൾ ഡോക്ടർ പിന്നെ പറഞ്ഞത് 2 ആഴ്ചത്തേക്ക് മരുന്ന് എഴുതി തന്നു. പിന്നെ ഒരു എൻഡോസ്കോപ്പിക്ക് എഴുതി തന്നപ്പോൾ തന്നെ 3 മാസം 7 ദിവസത്തെ ഗ്യാപ്പിലാണ് എൻഡോസ്കോപ്പി. ഇത്രയും 99% ലിവർ പോയ ഒരവസ്ഥയുള്ള ഒരാൾക്ക് ഇത്രയും ടൈം കിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വല്ലാത്തൊരു അപകട നിലത്തിലേക്ക് പോകണം. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രയും പേഷ്യൻ്റ് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം. അത് പിന്നെ അമൃതയിലേക്ക് കൊണ്ടുപോയത് പൈസ ഉണ്ടായിട്ട് പോയതല്ല. അമൃതയിൽ പോകുമ്പോൾ ഞാൻ വിചാരിച്ചൊരു ഡോക്ടറെ കാണുന്നതിന് 600 രൂപയാണ് ഒരു ഫീസ് കൊടുക്കേണ്ടത്. അത് കൈ പിടിച്ചിട്ടാണ് സത്യം പറഞ്ഞ പോയത്. എന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ആളെ സർജറിയാണ് കണ്ടത്. അപ്പോൾ ആള് പറഞ്ഞു ഈ നിലയിൽ നോക്കിയിട്ട് സർജറി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ പക്ഷെ അവിടെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. കൂട്ടുകാരും SSLC ഗ്രൂപ്പിലെ ആളുകളും നമ്മുടെ ബന്ധുക്കൾ അവരൊക്കെ നമ്മളെ സഹായിച്ചുകൊണ്ട് ആ ഒരു ദിവസം തന്നെ ഒരു 10,000 രൂപ അവർ അയച്ചു തന്നു. അവിടെ നിന്ന് ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് 22 ലക്ഷം, അന്ന് 25 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് സർജറിക്ക്. ഒരു 15 ദിവസത്തെ അവിടത്തതിന് വേണ്ടി. പുറത്ത് കഴിയുന്ന വേറെ പൈസ വേണ്ടി വരും. അതിനുശേഷം ഈ ഡോക്ടർക്ക് എന്തോ തോന്നിയിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ അപ്പുറത്തെ ഒരു ഡോക്ടർ ഉണ്ട്, അയാൾ ചികിത്സിക്കുന്ന ആളാണ്, അയാളൊന്ന് പോയി കണ്ടോളൂ, ഒരു പക്ഷേ സർജറി ഇല്ലാണ്ട് അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഡോക്ടറെ കണ്ടു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നമ്മളോട്, ഞാൻ ശ്രമിക്കാം, സർജറി ഇല്ലാതെ പറ്റുമോ നോക്കാന്ന് പറഞ്ഞു. വീടുപണിക്കായി സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പാ തുക കുടിശ്ശികയായതിനെ തുടർന്ന് പാതി പണി പൂർത്തിയായ വീട് ജപ്തി ഭീഷണിയിലാണ്. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും 10ാം ക്ലാസ്സിൽ കൂടെ പഠിച്ചവരുടെ കൂട്ടായ്മയുടെയും സഹായത്തോടെയാണ് ഇതുവരെയുള്ള ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്.
കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 40 ലക്ഷം രൂപയാണ് ആവശ്യം. ജയന്റെ കുടുംബത്തെ സഹായിക്കാനായി തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, കെ രാമചന്ദ്രൻ MLA എന്നിവർ രക്ഷാധികാരികളായും വാർഡ് മെമ്പർ അനു പനങ്കൂടൻ ചെയർമാനായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 16-ൽപ്പെട്ട കുടുംബമാണ് ജയന്റേത്. അദ്ദേഹത്തിന് ലിവർ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. 2 കുഞ്ഞു മക്കളാണ്. വീടാണെങ്കിൽ ജപ്തി ഭീഷണിയിലാണ്. എല്ലാ ഉദാരമതികളും അവർക്ക് ആവശ്യമായ ഫണ്ട് തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂണിയൻ ബാങ്കിന്റെ കല്ലൂർ ശാഖയിൽ 009601000087 എന്ന അക്കൗണ്ട് നമ്പറിലോ 773607-091 എന്ന GPay നമ്പറിലോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസുകളുടെ സഹായം തേടുകയാണ് കല്ലൂർ നായരങ്ങാടി സ്വദേശി മണക്കാട്ടുപടി ജയൻ എന്ന ഗൃഹനാഥൻ. ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പം പണിതീരാത്ത ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന വീട്ടിലാണ് ഇവരുടെ താമസം. ഈ കുടുംബത്തെ സഹായിക്കാൻ ഉദാരമതികൾ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വേനൽക്കാലത്ത് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ചില സമ്മർ ഫ്രൂട്ട്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോടോക്ക്. സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി തുടങ്ങിയ അസിഡിറ്റിയുള്ള ബെറി പഴങ്ങളിൽ മുടിയുടെ ആരോഗ്യം അകമേ നിന്ന് സംരക്ഷിക്കുന്നതിനാവശ്യമായ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. വേനൽക്കാലത്ത് മുടിക്കുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കാൻ ഇത്തരം ബെറികൾ ഡയറ്റിൽ ചേർക്കാം. നിരവധി പോഷകങ്ങൾ അടങ്ങിയ മാമ്പഴം മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും കേമനാണ്. മാമ്പഴത്തിലടങ്ങിയ വിറ്റാമിൻ A മുടിക്ക് സ്വാഭാവികമായി ഈർപ്പം നൽകുന്നു. കൂടാതെ വിറ്റാമിൻ C, E, കാൽഷ്യം, ഫോളേറ്റ് എന്നിവ ആരോഗ്യകരമായ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. മാമ്പഴത്തിൽ പെക്റ്റിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. ഇതിലടങ്ങിയ വിറ്റാമിൻ E മുടിക്ക് പോഷണം നൽകി മെച്ചപ്പെട്ട വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. കൂടാതെ സ്കാൽപ്പിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് ഹെയർ ഫോളിക്കുകളെ ആരോഗ്യമുള്ളതുമാക്കുന്നു. മുടിയിലടങ്ങിയ എണ്ണയുടെ pH അളവ് ക്രമീകരിക്കാനും ഇത് സഹായിക്കും. വേനൽക്കാലത്ത് സുലഭമായി കിട്ടുന്ന തണ്ണിമത്തൻ മുടികൊഴിച്ചിലും മുടി പൊഴിഞ്ഞു പോകുന്നതും തടയുന്നു. തണ്ണിമത്തനിൽ ഏതാണ്ട് 90% ജലമാണ്. ഇത് ശരീരത്തിൽ നിർജ്ജലീകരണം തടയുന്നു. നിർജ്ജലീകരണം മുടിയുടെ ആരോഗ്യം വഷളാക്കും. ആരോഗ്യകരമായ മുടിയുടെ വളർച്ചയ്ക്ക് രക്തത്തിൽ ഇരുമ്പിന്റെ അംശം വളരെ പ്രധാനമാണ്. പേരയ്ക്കയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ഹെയർ ഫോളിക്കുകളിലേക്കുള്ള ഓക്സിജൻ സഞ്ചാരം മെച്ചപ്പെടുത്തുന്നു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. മാവേലിക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 3 മാസത്തെ ലൈബ്രറി ഓട്ടോമേഷൻ ട്രെയിനിംഗ് ഇന്റേൺഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. ലൈബ്രറി സയൻസിൽ ബിരുദമല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. 3000 രൂപയാണ് ഫീസ്. പ്രായപരിധിയില്ല. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുമായി ഏപ്രിൽ 15-ന് 10 മണിക്ക് കോളേജിലെത്തണം. ഫോൺ നമ്പർ 9495069307 9495106544. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർമ്മാണങ്ങൾ നടക്കുന്ന മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത് ടോൾ പിരിവ് തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്ന് ആവശ്യം. വേനൽ ചൂട് കടുത്തതോടെ പലയിടങ്ങളിലും ജനങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ മലയോരത്തെ ജലസമൃദ്ധമായ വെള്ളിക്കുളങ്ങര തേശ്ശേരിക്കുളത്തിന്റെ നവീകരണം പാതിവഴിയിൽ. മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടത്ത് വർഷങ്ങളായി പ്രവർത്തനമില്ലാതെ കിടക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കുടിവെള്ള പദ്ധതിയായി മാറ്റണമെന്ന് ആവശ്യമുയരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നമസ്കാരം.